സുന്നി നേതാവെന്ന രീതിയിൽ അവരുടെ പരിപാടികളിൽ പങ്കെടുക്കേണ്ടി വരും. പക്ഷേ മുസ്ലിം ലീഗ് നേതാവെന്ന രീതിയിൽ മറ്റ് അവാന്തര വിഭാഗങ്ങളുടെ, ഇപ്പോൾ മുജാഹിദ് വിഭാഗങ്ങളുടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ പരിപാടികളിൽ പങ്കെടുക്കേണ്ടി വരും. അതൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ദൗത്യമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുമതലയാണ്. അത് നിർവഹിക്കുമ്പോൾ മറ്റേ പുറത്തുനിന്ന് അതൊരു അസ്വാരസ്യത്തിൻ്റെ ശബ്ദമായിട്ട് വരാൻ പാടുണ്ടോ? അല്ല, അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. ഞങ്ങൾ പരമാവധി പരിപാടികളൊക്കെ സംബന്ധിക്കാറുണ്ടല്ലോ. അവരുടെ പരിപാടികൾ സംബന്ധിക്കാറുണ്ട്, സമസ്തയുടെ പരിപാടികൾ സംബന്ധിക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ വിളിക്കുന്ന പരിപാടികൾക്ക് അവരും വരാറുണ്ട്. മുസ്ലിം ലീഗ് സൗഹൃദ വേദി സംഘടിപ്പിക്കുമ്പോൾ എല്ലാ വിഭാഗത്തെയും വിളിക്കാറുണ്ട്. അതിൽ സമസ്തയും പങ്കെടുക്കും, ഇതര മറ്റ് സംഘടനകളുടെ പ്രതിനിധികൾ പങ്കെടുക്കും. അതിലൊന്നും ഒരു കൺഫ്യൂഷൻ ഇല്ല. ഒരു ആരോപണമായിട്ടൊക്കെ എപ്പോഴും ഉന്നയിക്കപ്പെടാറുള്ളത് ഒരു മുജാഹിദ് വിഭാഗത്തോടൊരു കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾക്കൊരു സ്വീകാര്യത ലീഗ് വഴി കിട്ടുന്നു എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ ഓരോരുത്തർ താല്പര്യങ്ങൾക്കനുസരിച്ചുണ്ടാകുന്നതാണ്. സമസ്തയുടെ നയമല്ല. സമസ്തയിൽ തന്നെ പ്രത്യേക താല്പര്യക്കാർ പറയുന്നത് അത് ഓരോരുത്തർക്ക് ഓരോ അഭിപ്രായം പറയാണ്. അതായത് സംസ്ഥയുടെ പ്രവർത്തകന്മാർ പറയുമ്പോൾ അത് സംസ്ഥയുടേതാക്കി നിങ്ങൾ മാധ്യമങ്ങൾ ചിത്രീകരിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ സംസ്ഥയുടെ ഔദ്യോഗിക അഭിപ്രായമായിട്ടല്ല അതൊന്നും വരാറുള്ളത്. സംസ്ഥയുടെ അഭിപ്രായമായിട്ടല്ല. ഇപ്പോൾ സംസ്ഥയുടെ പ്രസിഡന്റ് ആരെ ഞങ്ങൾക്ക് അവിടെ എല്ലാം പോകേണ്ടി വരും. ഞങ്ങളിവിടെ മൊത്തത്തിൽ എല്ലാവരുടെയും ആളുകളാണ്. ആ നിലക്കൊക്കെയാണ് ഞങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താറ്. ഇപ്പോൾ ഈ സംസ്ഥയുടെ സമ്മേളനം കാലഘട്ടത്തിൽ താങ്കൾ ഉദ്ഘാടന വേദിയിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് വലിയൊരു വിവാദം ഉണ്ടായി. പിന്നീട് അത് താങ്കൾ മലബാറിലേക്ക് എത്തിയപ്പോഴാണ് പങ്കെടുത്തത്. അതൊക്കെ ഈ പറയുന്ന ഒരു സമസ്തയുമായുള്ള അകൽച്ചയ്ക്കൊരു... അല്ല, ഞാൻ ആദ്യം എന്നെ ക്ഷണിച്ചപ്പോൾ തന്നെ ഞാൻ അന്ന് ആ ദിവസം മറ്റൊരു പരിപാടി നിർബന്ധമായി പങ്കെടുക്കേണ്ടതായ പരിപാടി ഏറ്റുപോയിരുന്നു. അപ്പോൾ അത് കന്യാകുമാരി വെച്ചാൽ രണ്ടും കൂടി ഓടി എത്തൂലല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ആദ്യം ഞാൻ പറഞ്ഞാണ്, അന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. മലപ്പുറത്ത് വരുമ്പോൾ ഞാൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. മലപ്പുറത്ത് വന്നപ്പോൾ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊരു വിവാദമായിട്ട് അന്ന് പറഞ്ഞു കേട്ടത് പതാക കൈമാറ്റം പാണക്കാട്ട് നടത്താൻ പറഞ്ഞിരുന്നു, ഉറപ്പ് കിട്ടിയിരുന്നു. പിന്നീട് അത് പെട്ടെന്ന് അലിക്കുട്ടി മുസ്ലിയാരുടെ വീട്ടിലേക്ക് മാറ്റി. അതിലൊക്കെ ഒരു വിഷമം ഉണ്ടായിട്ടില്ല? അതിനൊന്നും ഞങ്ങൾ പരാതി ഉന്നയിച്ചിട്ടില്ലല്ലോ. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ ഓരോരുത്തർ പിന്നെ ഓരോന്ന് പല വ്യാഖ്യാനങ്ങൾ വരുന്നതാണ്. അല്ല, ആദ്യം ഇവിടെ തീരുമാനിച്ചിരുന്നു ഇവിടെ വന്നാൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാനന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇല്ല, അതെ, അതുകൊണ്ടാണ് അങ്ങോട്ട് മാറിയത്. ഓക്കെ, ഇനി നമ്മൾ ഭരണത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ UDF ഒരു നേതൃത്വം വേണമല്ലോ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ് UDF നയിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇനി ഇലക്ഷനിൽ വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് നയിക്കുമായിരിക്കും. അതിനുശേഷം മുഖ്യമന്ത്രി പദം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതൊരു കൺഫ്യൂഷനായി ഇപ്പോഴും കോൺഗ്രസിനകത്ത് നിൽക്കുന്നുണ്ട്. ലീഗ് കുറച്ച് ചെന്നിത്തലയോടൊക്കെ ഒരു സ്നേഹം കാണിക്കുന്ന സ്വഭാവത്തിലാണ് എന്ന് പൊതുവെ പറയപ്പെടുന്നു. ലീഗിനെ സംബന്ധിച്ചിപ്പോൾ അടുത്ത ഇലക്ഷനിൽ നമ്മൾ UDF അധികാരത്തിൽ ഏറ്റുക എന്നുള്ളതാണല്ലോ. അതിനാണ് ലീഗ് മുൻതൂക്കം കൊടുക്കുന്നത്. മുൻപന്തിയിൽ ഞങ്ങളുടെ പ്രയോറിറ്റി അതിനാണ്. അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിന് നല്ലൊരു നേതൃത്വം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ നേതൃത്വത്തിന് കീഴിലാണ് ഇപ്പോൾ ത്രിതല പഞ്ചായത്തിൽ നല്ലൊരു വിജയം നമുക്ക് നേടുവാൻ കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു ട്രെൻഡ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമസഭയിൽ ഞങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റും. പിന്നെ നേതാവ് ആരാണ് എന്ന് കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടത്. അത് അവർ സമയത്ത് ആകുമ്പോൾ തീരുമാനിക്കും. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും അതൃപ്തിയുണ്ട്? പ്രതിപക്ഷ നേതാവ് വളരെ ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം വിശ്രമലേശമന്യേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അദ്ദേഹം നിയമസഭയിലും അവതരിപ്പിക്കുന്നു. സമൂഹത്തിന് മുമ്പിലും അദ്ദേഹം കാര്യങ്ങളെ പഠിച്ചുകൊണ്ട് വിമർശിക്കേണ്ടത് വിമർശിക്കും. ഈ തിരുത്താനുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ഗവൺമെൻറ് തിരുത്താൻ പറയും. ആ കാര്യത്തിലൊക്കെ അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലൊക്കെ മുഖ്യമന്ത്രി ആവാൻ സർവാത്മന യോഗ്യതയുള്ള ഒരാളാണ്. കോൺഗ്രസ്സിൽ ഒരുപാട് പേരുണ്ട്, നേതാക്കന്മാരുണ്ട്. അത് അവർ തീരുമാനിക്കും. സീനിയറായ ആൾക്കാർ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലൊക്കെ ഉണ്ട്. കോൺഗ്രസിന് പ്രാപ്തമായ ഹൈക്കമാൻഡ് ഉണ്ടല്ലോ. ലീഗിനൊരു അഭിപ്രായം ഉണ്ടാവില്ല, അതപ്പോൾ പറയാന്നുള്ളതാണ്. ഹൈക്കമാൻഡ് അതിലൊക്കെ പ്രാപ്തമാണ്. അതിൽ തീരുമാനിക്കും, അവർ തീരുമാനിക്കട്ടെ. ഇപ്പോൾ ഒരു ചർച്ച നടക്കുന്നത് ഈ MP-മാർ, നിലവിൽ MP-മാരായിട്ടുള്ള നല്ല നേതാക്കന്മാരുണ്ട്. അപ്പോൾ അവരൊക്കെ നിയമസഭയിൽ കൂടി മത്സരിച്ച ജയസാധ്യതയുള്ള ചില ആൾക്കാർ അങ്ങനെ മത്സരിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് പല പാർട്ടികളും അങ്ങനെ പരീക്ഷിക്കാറുണ്ടല്ലോ. കോൺഗ്രസ് മാത്രമല്ല, ഇപ്പോൾ ഇടതുപക്ഷവും. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ ഇവിടെ നല്ല നിലക്ക് മന്ത്രിയായിരുന്ന രാധാകൃഷ്ണനെ പിടിച്ച് MP ആക്കാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോയല്ലോ. എന്നതുപോലെ ഓരോ പാർട്ടി അങ്ങനെ പരീക്ഷണം നടത്തുന്നുണ്ട്. അത് പാർട്ടികളുടെ ഒരു സ്വാതന്ത്ര്യമാണ്. അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിയാലും കുഴപ്പമില്ല. ഈ തുടർഭരണം എന്നുള്ളത് അവർ വലിയ മുദ്രാവാക്യമായി LDF ഉയർത്തി കാണിച്ചിരുന്നു. ഇപ്പോൾ ആ LDF ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് UDF ഏറ്റവും വലിയൊരു ആത്മധൈര്യം. അതാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ജനവികാരം. അതിപ്പോൾ 2 മാസം കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരും. അത് നിലനിൽക്കും. ആ ഒരു UDF അനുകൂലമായിട്ടുള്ള ജനമനസ്സ് ഇവിടെയുണ്ട്. അത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഫലമാണ്. അത് തീർച്ചയായും ഇവിടെ നിലനിൽക്കും. അത് മുഖ്യമന്ത്രിയോട് മാത്രമുള്ളൊരു എതിർപ്പായി മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ആ ഒരു നെഗറ്റീവ് അഭിപ്രായങ്ങൾ ഇല്ലാതാവും
അങ്ങനെയുണ്ടോ, അല്ലെങ്കിൽ സർക്കാരിനോട് മൊത്തത്തിലുള്ളൊരു വികാരമായിട്ടാണ് കണക്കാക്കുന്നത്? അത് സർക്കാരിൻ്റെ എല്ലാ മേഖലകളിലും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പല വീഴ്ചകളുമുണ്ട്. ജനങ്ങളത് മനസ്സിലാക്കുന്നു. അത് ഏതെങ്കിലും ഒരു വകുപ്പിൽ മാത്രമല്ലല്ലോ, ഗവൺമെൻറ്റിൻ്റെ എല്ലാ വകുപ്പ് തലങ്ങൾ പരിശോധിച്ചാലും അവിടെയൊക്കെ തന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വികാരമാണ്, എതിർ വികാരമാണ്